നമ്മളാരും കഴിഞ്ഞ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതാതിരുന്നത് സമയം കിട്ടാഞ്ഞിട്ടാണോ സഹോദരാ? അൽ കഹ്ഫ് പാരായണം തിരുചര്യയാണ്. അൽ കഹ്ഫ് പാരായണം ഒരു സുരക്ഷയാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയോന്ന് സ്വന്തമെന്ന് ചോദിക്കണം. ഓതിയില്ലെന്നാണ് മറുപടിയെങ്കിൽ സമയമില്ലാഞ്ഞിട്ടാണോ ഓതാഞ്ഞത്? അതല്ല വേണമെന്ന് വെക്കാഞ്ഞിട്ടാണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരക്കണക്കിന് മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് കഴിയാൻ നേരമുണ്ടായിരുന്നു. വാട്സപ്പ് നോക്കാൻ നേരമുണ്ടായിരുന്നു. മറ്റു പലതും കാണാനും കേൾക്കാനും നേരമുണ്ടായിരുന്നു. ഈ ലോകത്തെയും പരലോകത്തെയും രക്ഷയ്ക്കാവശ്യമായ അൽ കഹ്ഫ് പാരായണം ചെയ്തോ ഉമ്മ, ചെയ്തോ പെങ്ങളെ? സ്ത്രീകൾ ജമാഅത്തിന് പള്ളിയിൽ പോകേണ്ടവരല്ല. സ്ത്രീകൾ ജുമുഅ നിലനിർത്താൻ ബാധ്യതപ്പെട്ടവരല്ല. പക്ഷേ അവരും പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്തു ചൊല്ലണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ മഹത്വം അറിഞ്ഞ് പെരുമാറണം. അതെല്ലാം സ്ത്രീകൾക്കും ബാധകമാണ്. ജുമുഅ ജമാഅത്തുകൾ നിലനിർത്തേണ്ട ബാധ്യത പുരുഷന്മാർക്കാണ്. അത് നിലനിർത്താനുള്ള ബാധ്യത സ്ത്രീകൾക്ക് അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൽ അവര് ബേജാറാകേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരോ പെൺമക്കളോ ഒരാള് പോലും ഒരു ജുമുഅക്കും ഒരു ജമാഅത്തിനും മസ്ജിദുൻ നബവിയിൽ വന്നിട്ടില്ലെന്ന് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, പ്രപഞ്ചം മുഴുവനും ഇൽമു കൊണ്ട് നിറച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ വീട്ടിൽ ളുഹർ നിസ്കരിക്കേണ്ടവരാണ്. അതോടൊപ്പം പക്ഷേ അൽ കഹ്ഫ് പാരായണം ചെയ്യണം. അത് സുന്നത്താണ്, ചര്യയാണ്. നമ്മൾ അതിന് സമയം കണ്ടെത്താതെ പോയാൽ പിന്നെ വെള്ളിയാഴ്ച അറിയാൻ പറ്റാതെയായി പോകും.